സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് DGP ഇന്ന് സർക്കാരിന് കൈമാറും. പൂരം കലക്കിയതിൽ അട്ടിമറിയോ ബാഹ്യ ഇടപെടലോ ഇല്ലെന്ന റിപ്പോർട്ടിൽ ആർക്കെതിരെയും നടപടിക്ക് ശുപാർശയില്ലെന്നാണ് സൂചന. റിപ്പോർട്ടിൽ അന്തിമ തീരുമാനമെടുക്കുക സർക്കാരാണ്. VV വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. വിനോദ്, ഈ ആരോപണ വിധേയം തന്നെ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു. ഇതിൽ യാതൊരു ഗൂഢാലോചനയോ അട്ടിമറിയോ ഇല്ല എന്ന് റിപ്പോർട്ട് പറയുന്നു. ഇത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? കാരണം അങ്ങനെയെങ്കിൽ ഇത് അട്ടിമറിയില്ല എന്ന് പറയുമ്പോൾ ഈ റിപ്പോർട്ട് തന്നെ ഒരു അട്ടിമറി ഉണ്ട് എന്ന് സംശയിക്കേണ്ടതല്ലേ വിനോദ്? ടോം, അട്ടിമറി ഇല്ല എന്ന് പറയുമ്പോൾ അട്ടിമറി ഉണ്ട് എന്ന് പറയുന്നത് പ്രതിപക്ഷമല്ല, മറിച്ച് CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളാണ്. CPI അവരുടെ അതിർത്തി ഈ റിപ്പോർട്ടിൻ്റെ മേൽ ഇന്ന് കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം സുനിൽകുമാറിൻ്റെ വാക്കുകൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ഇത് വിശ്വാസയോഗ്യമായ ഒരു റിപ്പോർട്ടല്ല എന്ന കാര്യം സർക്കാരിനെ സംബന്ധിച്ചും വെല്ലുവിളി ഉണ്ടാക്കുന്നത് ഇതുതന്നെയാണ്. കാരണം മുന്നണിക്കുള്ളിൽ നിന്ന് റിപ്പോർട്ടിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അക്കാര്യത്തിൽ ഇനി എന്ത് നടപടി എന്നതാണ് CPM ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ റിപ്പോർട്ട് തള്ളുകയും കൊള്ളുകയും ചെയ്യുക, അത് മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എതിർപ്പുകൾ നിൽക്കുമ്പോൾ പൂർണ്ണമായും റിപ്പോർട്ട് അംഗീകരിച്ച് മുഖ്യമന്ത്രി മുന്നോട്ട് പോയാൽ അത് മുന്നണിയിൽ വലിയ കുഴപ്പങ്ങൾക്ക് ഇടവരുത്തും. ഇപ്പോൾ തന്നെ വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് ചില സാധ്യതകൾ കൂടി സർക്കാർ പരിഗണിക്കാനുള്ള ഇടയുണ്ട്. അതിങ്ങനെയാണ്: ഒന്നുകിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം, അല്ലെങ്കിൽ DGPയുടെ തന്നെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണ സംഘം, ഇതുമല്ലെങ്കിൽ പ്രതിപക്ഷമൊക്കെയും ആവശ്യപ്പെടും പോലെ ജുഡീഷ്യൽ അന്വേഷണം, ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം, ഇങ്ങനെ പുതിയൊരു അന്വേഷണത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ഇതുവരെ MR അജിത് കുമാറിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു അന്വേഷണത്തിലേക്ക് പോകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ പോയില്ലെങ്കിൽ സ്വാഭാവികമായും തിരഞ്ഞെടുപ്പുകൾ വരികയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കെത്തി നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മുന്നണിക്കുള്ളിൽ കലാപമുണ്ടാകുന്നത് അത് സ്വാഭാവികമായും രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ല എന്ന ഒരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക്, പരാതികൾ ഒഴിവാക്കി മറ്റൊരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ശ്രമം. പ്രത്യേകിച്ച് ADGP MR അജിത് കുമാർ ആരോപണ വിധേയനാണ്. അങ്ങനെ ഒരു ആരോപണം നേരിടുന്ന ആൾ തന്നെ അന്വേഷണം നടത്തുകയും അതിൽ ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ആരോപണം അതുകൂടി ഗൗരവമായി കാണേണ്ടതുണ്ട്. അങ്കിത് അശോകിൻ്റെ ചില പിഴവുകൾ മാത്രമാണ്, അതായത് അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവിനെ ചൂണ്ടിയാണ് ഈ റിപ്പോർട്ടിൽ കാര്യങ്ങളെല്ലാം പരാമർശിക്കുന്നത്. അവിടെ അനുനയ നീക്കങ്ങൾ ഉണ്ടായില്ല, അത് പരിചയക്കുറവ് കൊണ്ടാണ്. സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥരെ പല സ്ഥലങ്ങളിലും നിയോഗിച്ചില്ല. ഇതെല്ലാം തന്നെ കമ്മീഷണറുടെ ചില പോരായ്മകളായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അവിടെയാണ് MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, തൃശ്ശൂർ പൂരത്തിന് MR അജിത് കുമാറിൻ്റെ തൃശ്ശൂരിലെ തന്നെ സാന്നിധ്യം, ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ADGP അതിലൊന്നും തന്നെ ഇടപെട്ടില്ല എന്ന മറ്റൊരു ആരോപണം, സുരേഷ് ഗോപി അവിടെ എത്തിയ സാഹചര്യം, അത് CPIയും UDFും ഒരുപോലെ ആരോപിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം നാടകീയമായിരുന്നു അവിടെ നടന്ന കാര്യങ്ങളെല്ലാം. മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം നടന്ന കാര്യങ്ങൾ, ദേവസ്വങ്ങളെപ്പോലും കുറ്റപ്പെടുത്തുന്ന തരത്തിലെ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ, ഇതെല്ലാം തന്നെ അജിത് കുമാർ കാര്യങ്ങളെല്ലാം നടപ്പാക്കി അദ്ദേഹം തന്നെ സ്വയം വെള്ളപൂശി മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ആർക്കെതിരെയും നടപടിക്ക് ശുപാർശ ചെയ്യാത്ത ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നു. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലുള്ള അന്വേഷണത്തിൻ്റെ മറ്റു വഴികൾ, മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് EP ജയരാജൻ എങ്ങനെയാണ് മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തു പോയത് എന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം അദ്ദേഹം ഒരു BJP നേതാവിനെ കണ്ടതിൻ്റെ പേരിൽ മാത്രമാണ് അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനം ഉയരുകയും പിന്നീട് അദ്ദേഹം പുറത്തു പോകേണ്ടി വന്നത്. പ്രകാശ് ജാവദേക്കർ തൻ്റെ മകൻ്റെ പിറന്നാളുമായി ബന്ധപ്പെട്ട് വീട്ടിലേക്ക് വരികയും അപ്പോൾ തന്നെ താൻ പുറത്തേക്ക് പോവുകയും ചെയ്തു എന്ന കാര്യമാണ് EP വെളിപ്പെടുത്തിയത്. ഈ തീവ്രത എന്ന ഒരു കാര്യമുണ്ട്, ഒരു പ്രയോഗമുണ്ട്. അങ്ങനെയാണെങ്കിൽ BJP നേതാവിനെ കണ്ടപ്പോൾ അങ്ങനെ ഒരു നടപടിയാണെങ്കിൽ അവരുടെ സംഘടനാ സംവിധാനമായ RSS ആണ് അവരുടെ ബ്ലഡ് എന്ന് പറയുന്നത്. അങ്ങനെ RSSൻ്റെ നേതാക്കളെ കൃത്യമായ ഇടവേള, 10 ദിവസത്തെ ഇടവേളയിൽ കണ്ടെങ്കിൽ എന്ത് നടപടിയാണ് എടുത്തത്, എന്തിനാണ് ADGP അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയത് എന്നതിന് ഇതുവരെയും ഒരു മറുപടിയില്ല. ദത്താത്രേയയെ കണ്ടതും റാംമാധവനെ കണ്ടതും മറ്റ് ചിലരെയും കൂട്ടിയാണ് എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നത്? അതിലൊരു വിശദീകരണം, തൃപ്തികരമായൊരു വിശദീകരണം നൽകാൻ സർക്കാരിനോ ADGPക്കോ കഴിഞ്ഞിട്ടില്ല. വ്യക്തിപരമായ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും അത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ്. ഇക്കാര്യത്തിൽ ഇതുവരെയും യാതൊരു വിശദീകരണം നൽകാൻ പോലും ADGPക്കോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം അറിയേണ്ടത് വിനോദ്, ഈ ADGP MR അജിത് കുമാറിനെതിരായിട്ടുള്ള മറ്റ് ആരോപണങ്ങളിലെ, മറ്റു പരാതികളിലെ, PV അൻവറിന്റെ മറ്റു പരാതികളിലെ അന്വേഷണം ഇപ്പോൾ
ഏത് ഘട്ടത്തിലെത്തിയിരിക്കുന്നു? PV അൻവറിൻ്റെ മൊഴിയെടുത്തിരുന്നു, രണ്ട് ഘട്ടമായി എടുത്തു. MR അജിത്കുമാറിൻ്റെ മൊഴിയെടുത്തു. ഇനി അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത നീക്കം എന്താണ്? ഇപ്പോൾ ഈ അന്വേഷണം എവിടം വരെ എത്തിയിരിക്കുന്നു വിനോദ്? അവിടെയും ചില ആരോപണങ്ങളാണ് ഉയരുന്നത്, ടോം. കാരണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും ഒടുവിലത്തെ വാർത്താ സമ്മേളനം അദ്ദേഹം പൂർണ്ണമായും MR അജിത്കുമാറിനെയും P ശശിയെയും സംരക്ഷിച്ചു എന്ന് മാത്രമല്ല, അവരെ സംരക്ഷിക്കാൻ ഓരോ സ്റ്റെപ്പും ഓരോ വാചകങ്ങളും പറയുമ്പോഴും അവിടെയെല്ലാം തന്നെ PV അൻവറിനെ തള്ളിക്കൊണ്ടാണ്. ഏറ്റവും ഒടുവിൽ മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് കേസുകളും അവിടെ നിന്ന് പിടികൂടിയ സ്വർണത്തിൻ്റെ കണക്കും ഉൾപ്പെടെ പറയുന്നുണ്ട്. മാത്രമല്ല, പോലീസിനെ നിഷ്ക്രിയമാക്കി സ്വർണ്ണക്കടത്തുകാരെ സഹായിക്കാനുള്ള നീക്കമാണെങ്കിൽ അതിനെ അനുവദിക്കില്ല എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുമ്പോൾ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളായി അൻവർ മാറുന്നു. ആ വരികൾക്കിടയിൽ ആ നിലയ്ക്ക് വായിച്ചെടുക്കാം. മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പോലും മുഖ്യമന്ത്രി പറഞ്ഞ് അവസാനിപ്പിച്ചത് അങ്ങനെയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ വ്യാഖ്യാനിക്കാം എന്നതാണ്. അതായത് അൻവറിൻ്റെ വാദങ്ങൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് P ശശിയെയും അതോടൊപ്പം തന്നെ ADGP MR അജിത്കുമാറിനെയും മുഖ്യമന്ത്രി സംരക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഒരു മുൻവിധിയോടുകൂടി ഉള്ളതാകും എന്ന ആരോപണവും വരുന്നുണ്ട്. അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന വിലയിരുത്തൽ. മുഖ്യമന്ത്രി തന്നെ ക്ലീൻ ചിറ്റ് നൽകിയാൽ പിന്നെ എങ്ങനെ ഈ അന്വേഷണം സത്യസന്ധമായി അവസാനിക്കുമെന്ന ചോദ്യമാണ് പല കോണുകളിൽ നിന്ന് ഉയരുന്നത്. മുഖ്യമന്ത്രി ഇരുവരെയും പ്രതിസ്ഥാനത്ത് നിർത്താതെ അന്വേഷണം നടക്കട്ടെ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം നടപടിയെടുക്കാം എന്ന് പറയുമ്പോൾ അതിന് താഴെയുള്ള DGPക്ക് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല, RSS നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഇതുവരെ പ്രത്യേകിച്ചൊരു ഉത്തരവ് ഇറക്കിയിട്ടില്ല. ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പാണത്. നേരത്തെ നിയോഗിച്ച അന്വേഷണ സംഘം ഈ കാര്യം കൂടി പരിശോധിക്കുമെന്നത്. പക്ഷേ ആ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ കാര്യമായ എന്തെങ്കിലും പുരോഗതി ഉള്ളതായ വിവരമില്ല. വിജിലൻസ് അന്വേഷണത്തിനും സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. അത് സംബന്ധിച്ച ഉത്തരവും പുറത്തിറങ്ങി. അജിത് കുമാറിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ പരിശോധിക്കുന്നത്. കവടിയാറിലെ വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. യൂട്യൂബ് ചാനൽ ഉടമയിൽ നിന്ന് 1.5 കോടി രൂപ കോഴ വാങ്ങി കേസുകൾ ഒതുക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം. ഇതിലൊക്കെയും വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിന് പുറമെയാണ് RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയൊരു വിവാദമായി വന്നത്. പക്ഷേ ഈ ഘട്ടം വരെയും ആരോപണത്തിൻ്റെ പേരിൽ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളെ ഒഴിവാക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് അത് മുഖ്യമന്ത്രി ഏത് നിലയ്ക്ക് സ്വീകരിക്കും പൂർണ്ണമായും. കാരണം മുഖ്യമന്ത്രി ഒരു വശത്ത് സംരക്ഷിക്കുന്നു, മറുവശത്ത് RSS പോലും ഈ ആരോപണത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് വിനോദ് പ്രതിപക്ഷം, കോൺഗ്രസ് ഈ വിഷയത്തെ ഒരു സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആയുധമാക്കാത്തത്? കാരണം ഒരു പ്രസ്താവനയ്ക്കപ്പുറം ശക്തമായ പ്രതിഷേധം ആദ്യ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന്, യുവജന സംഘടനയുടെ ഭാഗത്തുനിന്നും അങ്ങനെ ശക്തമായ ഒരു പ്രതിഷേധം പോലും ഉണ്ടാകുന്നില്ലല്ലോ വിനോദ്. തീർച്ചയായും അതും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സംസ്ഥാനത്ത് ഇത്ര ഒരു സങ്കീർണമായ സാഹചര്യം, ഒരു ADGPക്കെതിരെ ആരോപണങ്ങൾ വരുന്നു, അത് ഭരണപക്ഷ MLA ആരോപണം ഉന്നയിക്കുന്നു, അതിനപ്പുറത്തേക്ക് RSS കൂടിക്കാഴ്ചയുമായി ഉള്ള ബന്ധം വരുന്നു. അവിടെ ആരോപണം ഉന്നയിക്കുന്നത് CPI ആണ്. അതായത് സർക്കാരിനുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉയരുമ്പോഴും പ്രതിപക്ഷം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നതും ചോദ്യചിഹ്നമാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു പ്രസ്താവന യുദ്ധങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവന നടത്തി പ്രധാനപ്പെട്ട നേതാക്കൾ പോകുന്നതല്ലാതെ മറ്റൊരു നിലപാടിലേക്ക്, സർക്കാരിനെതിരെയുള്ള സമരത്തിലേക്കോ മറ്റോ ഇതുവരെ പോയിട്ടില്ല. തൃശ്ശൂരിൽ ഒരു വിശദീകരണ യോഗം വിളിക്കും എന്നത് മാത്രമാണ് ഇതുവരെ അറിയിച്ചിട്ടുള്ള കാര്യം. മറ്റൊന്ന്, അടുത്ത മാസം 4-ന് നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. ഒരുപക്ഷെ സഭയ്ക്കകത്തും പുറത്തും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരും. പ്രത്യേകിച്ച് PV അൻവർ ഇപ്പോൾ മുന്നണി വിട്ടുപോകുന്ന കാര്യം അദ്ദേഹം ഇല്ല എന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞു. ശശിക്കെതിരെയും അതോടൊപ്പം തന്നെ അജിത് കുമാറിനെതിരെയും പ്രത്യേകിച്ച് പരസ്യ പ്രസ്താവനകളുമായി താൻ ഉണ്ടാകില്ല എന്ന കാര്യം കൂടി പറഞ്ഞു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നിയമസഭയ്ക്കുള്ളിൽ ചോദ്യങ്ങൾ ഉയരും. അതിന് സ്വാഭാവികമായും അൻവർ മറുപടി പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നൊരു നിലയുണ്ടാകും. അത് സഭയ്ക്കുള്ളിലാണ്. അത് സ്വാഭാവികമായും പെട്ടെന്ന് മറുപടികൾ പറയേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കും. കാരണം ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വരികയും അൻവർ പറയുന്ന നിലപാട് അല്ലെങ്കിൽ അൻവറിൻ്റെ വാക്കുകൾ അതെല്ലാം തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്നതാകും. അതിന് അവിടെ സഭയിൽ ഉള്ള പ്രധാനപ്പെട്ട ആളുകൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ അതിന് അപ്പോൾ തന്നെ മറുപടികൾ നൽകേണ്ടി വരും. ഇതെല്ലാം തന്നെ സർക്കാരിനെ സംബന്ധിച്ച് സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന നിലയാണ്. സഭാ നടപടികൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ സഭാ സമ്മേളനം നടക്കുമ്പോൾ നമുക്കറിയാം പല വിഷയങ്ങളിലും സഭയ്ക്കകത്തും പുറത്തുമായാണ് പ്രതിപക്ഷത്തിൻ്റെ സമരങ്ങൾ ഉണ്ടാകുക. ഏതായിരുന്നാലും ഈ നിമിഷം വരെ അങ്ങനെ ഒരു സമരത്തിലേക്ക്, ശക്തമായ സമരപരിപാടിയിലേക്ക് പ്രതിപക്ഷം നീങ്ങിയിട്ടില്ല. അതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ടോം.
വിനോദ് സൂചിപ്പിച്ചതുപോലെ മുന്നണിക്കകത്ത് ഈ വിഷയത്തിൽ വലിയ അമർഷമുണ്ട്, പ്രതിഷേധ ശബ്ദമൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ പാർട്ടിയുടെ CPM-ന്റെ നിലപാട് നമ്മൾ ഇന്നലെ കണ്ടതാണ്. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനൊപ്പം നിൽക്കുന്ന പാർട്ടിയെ കാണാൻ കഴിയുന്നു. അതിനപ്പുറം പാർട്ടിക്കകത്ത് യാതൊരു വിധത്തിലുള്ള ഒരു അസ്വാരസ്യങ്ങളും ഇല്ലേ ഈ വിഷയത്തിൽ, മുഖ്യമന്ത്രി ഈ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന വിഷയത്തിലെ? ടോം, നേരത്തെ പാർട്ടിക്കുള്ളിൽ ചില ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതായത് PV അൻവർ എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ച് ഒരു സ്വതന്ത്ര MLA ആണ്. എന്നാൽ സോഷ്യൽ മീഡിയയിലെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾക്ക് വലിയ പിന്തുണയാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നത്. DYFIയുടെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ വലിയ തോതിൽ അൻവറിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിരുന്നു അൻവറിൻ്റെ ഈ തിരിച്ചടി, അല്ലെങ്കിൽ അൻവർ പാളയത്തിൽ തന്നെ പട എന്ന നിലയ്ക്ക് ചില ആരോപണങ്ങൾ കൊണ്ടുവരുന്നു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ കൊണ്ടുപോകുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വരെ അദ്ദേഹത്തിൻ്റെ ആരോപണം ചെന്ന് നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായിരുന്നു CPM കേന്ദ്രങ്ങൾക്ക് അൻവറിൻ്റെ ഇത്തരത്തിലുള്ളൊരു നീക്കം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രതികരണങ്ങളിൽ ഒരു കാലതാമസമുണ്ടായി. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഏത് ലൈൻ സ്വീകരിക്കും എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അൻവറിനെതിരെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞതോടെ DYFIയുടെ പ്രതികരണം വരുന്നു. ഇപ്പോൾ അൻവർ നടത്തുന്ന നീക്കങ്ങൾ അത് ആർക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കാൻ നാസ വരെ പോകേണ്ടതില്ല എന്നായിരുന്നു A റഹീമിൻ്റെ പ്രതികരണം. അതിനു പിന്നാലെ പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന വരുന്നു. അൻവറിൻ്റെ ഇപ്പോഴത്തെ നടപടികളോട് യോജിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഈ വാർത്താക്കുറിപ്പ് പുറത്തു വന്നത്. ആ തരത്തിൽ മുഖ്യമന്ത്രി അൻവറിനെതിരെ തിരിഞ്ഞതോടെ സംവിധാനങ്ങളെല്ലാം, സർക്കാരും പാർട്ടിയും യുവജന പ്രസ്ഥാനവും എല്ലാം തന്നെ അൻവറിനെതിരെ തിരിയുന്ന നിലയുണ്ടായി. അതുവരെ ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും അൻവർ പഴയ ലൈനിൽ തുടർന്നാൽ, അല്ലെങ്കിൽ ഈ ആരോപണങ്ങളുമായി പരസ്യമായി മുന്നോട്ട് പോയാൽ അൻവറിനെ കളയുക എന്നത് തന്നെയാണ്, പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ പോകും. അതിൻ്റെ സൂചനകൾ തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കളും യുവജന പ്രസ്ഥാനവും DYFI ഉൾപ്പെടെയുള്ളത് നൽകിയത്. ഏതായിരുന്നാലും അൻവർ ഒരു വെടിനിർത്തലിന് തയ്യാറായിരിക്കുന്നു. താൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിന്നാക്കം പോകുന്നില്ല, എന്നാൽ ഇപ്പോൾ നിശബ്ദത പാലിക്കുന്നു എന്ന കാര്യം പറഞ്ഞ് തൽക്കാലത്തേക്ക് അൻവർ ഈ ഒരു വെടിനിർത്തൽ എന്ന നിലയിലേക്ക് പോയിട്ടുണ്ട്. ഏതായിരുന്നാലും അൻവർ നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ, പോകുന്നെങ്കിൽ പോട്ടെ എന്ന ലൈനിൽ തന്നെയാണ് CPM കഴിഞ്ഞ ദിവസങ്ങളിൽ CPM-ന്റെ പ്രതികരണം ഉണ്ടായത്. അൻവർ ഒരു അവശ്യ ഘടകമല്ല, ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല എന്ന നിലയ്ക്ക് തന്നെയാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രതികരണമുണ്ടായത്. അവിടെയാണ് CPIയുടെ ഒരു ലൈൻ അൻവറിന് ഗുണം ചെയ്യുന്നത്. CPI വരും ദിവസങ്ങളിൽ ഇടതുമുന്നണി യോഗങ്ങളിൽ അടക്കം ഏത് നിലപാട് സ്വീകരിക്കും എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളല്ല, പ്രധാനമായും ഉന്നയിച്ചത് ADGP കൊലപാതകം നടത്തി, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം, മന്ത്രിമാരുടെ ഫോൺ ചോർത്തി പിടികൂടിയ സ്വർണം തട്ടിയെടുത്തു, ഇത്തരം ആരോപണങ്ങളാണ് ആദ്യം അൻവർ ഉന്നയിച്ചത്. എന്നാൽ ഏറ്റവും കൂടുതൽ CPIയെ അലോസരപ്പെടുത്തുന്നത് RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. ആ കാര്യത്തിൽ അവർ എടുക്കുന്ന നിലപാട് ഈ വരും ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാവുകയും ചെയ്യും. വ്യക്തമാണ്. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് അല്പസമയത്തിനകം DGP മുഖ്യമന്ത്രിക്ക് കൈമാറും.